3 ലക്ഷം കിലോമീറ്റർ ഓടിയ മറ്റേതൊരു വാഹനം ഞാൻ പലരോടും ചലഞ്ച് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ഷൈജി ടി മാത്യു എന്നാണ്. ഞാൻ അധ്യാപകനാണ്. കൂടാതെ ഒരു കൃഷിയോട് സ്നേഹമുള്ള ഒരു ആളുകൂടിയാണ് ഞാൻ. ടാറ്റയുടെ വാഹനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു 3 പതിറ്റാണ്ടിലേറെ. ഒരു SUV മാറണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റ സുമോ വിക്ടയാണ്. സുമോ വിക്ട ഞങ്ങൾ ഉപയോഗിച്ചു, കുറേ കാലം ഉപയോഗിച്ചു. അതിനുശേഷം ഇൻഡിക്ക ഉപയോഗിച്ചു. പക്ഷേ 2016 ഞാൻ ടാറ്റയുടെ ടിയാഗോ ഡീസൽ വാങ്ങുന്നത്. ആ ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെയാണ് യഥാർത്ഥം ഞാൻ ടാറ്റയുടെ ഈ ടിയാഗോ ഡീസൽ ഞാൻ ബുക്ക് ചെയ്യുന്നത്. ഈ 2016 വാങ്ങിയ വണ്ടി 10 വർഷമായി. അതിന് ഈ വണ്ടി ഇന്നത്തോട് കൂടി ഏകദേശം അല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ 3,08,367 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് ടിയാഗോയുടെ EV ആണ്. അതിപ്പോൾ ഏകദേശം 1,25,400 സംതിങ് കിലോമീറ്റർ അത് ഓടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 3,08,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനം ഇപ്പോഴും ഞാൻ പലരോടും പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഏത് വാഹനം വാങ്ങാൻ നല്ലത്, ഏത് വാഹനമാണ് വാങ്ങാൻ നല്ലതെന്ന് ചോദിക്കും. ഞാൻ അത് പ്രിഫർ ചെയ്യുന്ന പൊതുവേ ടാറ്റയാണ്. കാരണം എൻ്റെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സുഹൃത്ത്, ഞാൻ മറ്റൊരു വാഹനത്തിൻ്റെ പേര് പറയുന്നത് ഇത്തരം അനുഭവത്തിൽ ശരിയല്ല എന്നുള്ളതുകൊണ്ട് അവൻ ഉപയോഗിക്കുന്ന വാഹനം വേറൊരു വാഹനമായിരുന്നു, വേറെ കമ്പനിയുടെ വാഹനം, അത്യാവശ്യം വിലയുള്ള ഇതേ റേഞ്ചിലേക്കാൾ കുറച്ച് ഉയർന്ന വാഹനമായിരുന്നു. അപ്പോൾ ഞാൻ അധ്യാപകനാണ് ഇതിനകത്ത് സൂചിപ്പിച്ചു. അപ്പോൾ BRCയുടെ ഭാഗമായിട്ട് ഈ ചോദ്യപേപ്പറിൻ്റെ വിതരണവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ വാഹനവും ഈ ടിയാഗോയും ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ചോദ്യപേപ്പറുകൾ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത് മാഷാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം എടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്റ്റിയറിങ് ടൈറ്റായതുപോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്ത സമയത്ത് നേരെ പോകുന്ന ഒരു ഷോറൂമിലേക്കാവും. ഉടനെ അവർ ചോദിച്ചു, നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി ഓടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഞാൻ ടാറ്റയുടെ ടിയാഗോ ഓടിച്ചതാണ്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് എനിക്കത് ടൈറ്റായി തോന്നുന്നതെന്ന് പറയണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഓടിക്കഴിഞ്ഞാലും, ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല 3 ലക്ഷം കിലോമീറ്റർ ഓടി എന്ന് പറയുന്നത് ദൂരെയൊക്കെ പോയി കഴിഞ്ഞാലും ശരി, അല്ല എവിടെയൊക്കെ പോയാലും ശരി, എത്ര ഓടിച്ചാലും നമുക്ക് ഒരു തരത്തിലും നമുക്ക് ക്ഷീണം അനുഭവിക്കാത്തൊരു വാഹനം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും ആ ഒരു വിശ്വാസം. 3 ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോഴും ഇതുവരെ ഒരു മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ മറ്റു കാര്യങ്ങളോ ഇന്നുവരെ ഇതുവരെയുള്ള എല്ലാ സർവീസും KVR തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവിടെ സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ മുഴുവൻ സർവീസ് ഹിസ്റ്ററി അവിടെ കിട്ടും. എല്ലാ വർക്കും ഞാൻ അവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ വാഹനം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. എത്ര ദൂരത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പുള്ളിങ് ആയാലും ശരി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ട് ആയാലും ശരി, ക്ലച്ച് ആയാലും ശരി, ബ്രേക്ക് ആയാലും, അല്ലെങ്കിൽ ഏത് വാഹനത്തിൻ്റെ ഏത് ഭാഗമായാലും നന്നായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവിംഗ് കംഫർട്ടായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു 3 ലക്ഷം കിലോമീറ്റർ ഓടിയ മറ്റേതൊരു വാഹനം ഞാൻ പലരോടും ചലഞ്ച് ചെയ്യുന്നതാണത്. ഞാൻ എൻ്റെ കിലോമീറ്ററിൻ്റെ ഇതിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാം. നിങ്ങൾ എൻ്റെ വണ്ടി ഓടിച്ച് നോക്കൂ. ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നിങ്ങളൊന്ന് പറയാൻ പാടില്ല. കാരണം ഇപ്പോഴും എനിക്ക് 101% ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരാൾ പോലും ആ വാഹനം ഓടിച്ചിട്ട് 3 ലക്ഷത്തിൽ പരം കിലോമീറ്റർ ഓടിയെന്ന് ഒരാൾ പോലും പറയില്ല. ആ ഒരു കംഫർട്ടും ആ ഒരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് പലരോടും ചെയ്യുന്നത്.